ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിൽ പള്ളി കമ്മിറ്റികളോട് ആ പണി നിർത്തിക്കോളാനാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. സംഭാൽ ജില്ലയിലെ പള്ളിയുടെ അടുത്തുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 12 കെട്ടിടങ്ങൾക്കാണ് യോഗി ആദിത്യനാഥിന്റെ സർക്കാർ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഈ 12 കെട്ടിടങ്ങളും അനധികൃതമായി അവിടെ നിർമ്മിച്ചതാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വർഷങ്ങളായി ഈ കെട്ടിടങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 കെട്ടിടങ്ങളും വേറെ ആൾക്കാരുടെ പേരിലാണെങ്കിലും ഇതിന്റെ വാടക ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് പള്ളി കമ്മിറ്റിയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അനധികൃതമായിട്ടുള്ള കടകൾ ഒഴിയാൻ നിങ്ങൾക്ക് 24 മണിക്കൂർ സമയം തരും. അന്ത്യശാസനമാണിത്. നിങ്ങൾ ഒഴിഞ്ഞില്ലെങ്കിൽ ഈ കടകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കും എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റം അവിടെ നടന്നിട്ടുണ്ട്. സംഭാൽ പൂർണ്ണമായും ക്ലീൻ ആക്കുന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് അവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. അനധികൃത കയ്യേറ്റങ്ങളടക്കം യോഗി ആദിത്യനാഥ് പൊളിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പഴയ പല ക്ഷേത്രങ്ങളും അദ്ദേഹം തിരികെ കൊണ്ടുവരുന്നു. അടഞ്ഞുകിടന്ന ക്ഷേത്രങ്ങൾ അദ്ദേഹം തുറക്കുന്നു. ഒരു ഹൈലി മുസ്ലിം ഡെൻസ് പോപ്പുലേറ്റഡ് ഏരിയയാണ്, ഒരു ജില്ലയാണ് സംഭാൽ എന്ന് പറയുന്നത്. സംഭാൽ കോട്ട്വാലിക്ക് സമീപം നിർമ്മിച്ച മസ്ജിദിനോട് ചേർന്നുള്ള ബവോറി കുഴിക്കുന്നതിനിടെയാണ് DM രാജേന്ദ്ര പൻസിയ അതിനു ചുറ്റും കയ്യേറ്റം കണ്ടെത്തിയത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിന് 12 കടകൾ അനധികൃതമാണെന്ന് കണ്ടെത്തി അതിന് പൊളിച്ചു നീക്കാനുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഇതിനു പുറമെ ബാക്കിയുള്ള 11 കടകൾക്കും അന്ത്യശാസനം നൽകിയിരിക്കുന്നു. സംഭാലിൽ വൈദ്യുതി മോഷണം അടക്കം യോഗി ആദിത്യനാഥ് വലിയ രീതിയിലുള്ള നടപടികൾ എടുത്തിരുന്നു. വൈദ്യുതി അവിടെ വർഷങ്ങളോളം അവിടെയുള്ള ജനങ്ങൾ വൈദ്യുതി മോഷ്ടിച്ചാണ് ജീവിച്ചിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും നേരത്തെ നമ്മൾ പുറത്തുവിട്ടതാണ്. റോഡ് കയ്യേറിയാണ് ഇപ്പോൾ പല കടകളും അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അളവെടുപ്പിൽ അനധികൃതമാണ് ഈ കടകളെന്ന് കണ്ടെത്തിയിരുന്നു. പോരാത്തതിന് അനധികൃതമായി കണ്ടെത്തിയ കടകളിലെ കടയുടമകൾ കടകളുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ കാണിക്കാൻ തയ്യാറായില്ല. അല്ലെങ്കിൽ രേഖകൾ കൊണ്ടുവരുന്നവരുടെ രേഖകളെല്ലാം വ്യാജമായിരുന്നു. അവരെല്ലാം അതിൽ പരാജയപ്പെട്ടു. തുടർന്ന് സംഭാർ SDM വന്ദന മിശ്ര കടയുടമകളുമായി ചർച്ച നടത്തി 24 മണിക്കൂറിനുള്ളിൽ ഈ കയ്യേറ്റം നീക്കം ചെയ്യണം എന്ന് പറയുകയാണ്. എല്ലാ കടകളും പൊളിക്കുമെന്നും അവർക്ക് അന്ത്യശാസനം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച കടകളൊന്നും തന്നെ വച്ചു പുറപ്പിക്കില്ല. തുടർന്ന് ചില കടയുടമകൾ അവിടെ സാധനങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യാനും തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പണ്ടൊക്കെ കട പൊളിക്കും അല്ലെങ്കിൽ കടയ്ക്ക് അന്ത്യശാസനമൊക്കെ നൽകി കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിൽ ആൾക്കാർ സംഘടിച്ച് കലാപം സൃഷ്ടിക്കുന്ന കാഴ്ച, സംഘടിച്ചുകൊണ്ട് ശക്തരായി അവിടെ ഗവൺമെന്റിനെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെ കീഴ്പ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവങ്ങളാകെ മാറിപ്പോയിരിക്കുന്നു. എന്തായാലും സംഭാലിൽ നിന്ന് കണ്ടെത്തിയ തീർത്ഥാടന കേന്ദ്രങ്ങളും ചരിത്രപ്രസിദ്ധമായ ബയോറികളും സംരക്ഷിക്കാൻ ഭരണകൂടം ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. മതപരമായിട്ടുള്ള ടൂറിസം സംഭാലിലേക്ക് ആരംഭിക്കാൻ യോഗി ആദിത്യനാഥ് പദ്ധതിയിടുന്നുണ്ട്. അത് അവിടെയുള്ള പഴയ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള, അതായത് പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ അത് സംരക്ഷിക്കുന്നതിനും അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കൽക്കി ദേവ് തീർത്ഥ സമിതിയാണ് അദ്ദേഹം രൂപീകരിച്ചിരിക്കുന്നത്. ഈ സമിതിയുടെ തലവൻ ജില്ലാ DM ആയിട്ടുള്ള രാജേന്ദ്ര പൻസിയും സഹാധ്യക്ഷൻ SP കൃഷ്ണ ബിഷ്ണോയുമാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സംഭാലിൽ 68 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ 38 എണ്ണം കണ്ടെത്തിയെന്നും ഈ ജില്ല പഴയ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായിരുന്നുവെന്നുമാണ് പറയുന്നത്. അവയുടെ പ്രവൃത്തിയെല്ലാം പുരോഗമിക്കുന്നതായാണ്, അതായത് ഈ ബാക്കിയുള്ളത് കണ്ടെത്താനുള്ള പ്രവൃത്തിയെല്ലാം പുരോഗമിക്കുന്നതായാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഭരണകൂടം അറിയിക്കുന്നത്. वहाँ पर तो सड़क की चौड़ाई वहाँ कम हो गई है और वो प्रथम दृष्टया प्रतीत होता है कि वो दुकानें सड़क पर बनाई गई हैं।
तो उसके संबंध में ये बैठक बुलाई गई थी कि आप लोग उसको देख लें और स्वतः उसको संज्ञान लेकर हटा दें। कितनी कुल दुकानें हैं, किन लोगों ने बनाई है, क्या कुछ साफ हो पा रहा है? कुल 12 लोग हैं जिन्होंने दुकानें बनाई हैं। 12 दुकानें हैं। कौन इनका किराया लेता होगा क्या? इनके द्वारा बताया गया कि इसमें जो 11 दुकानें हैं उनका किराया जो पीछे मस्जिद है उस मस्जिद के द्वारा लिया जाता है।